എല്ലാവർക്കും നമസ്കാരം. കാരണം ഞാനൊരു പാലാഴിക്കാരനാണ്. ഞാൻ പാലാഴിയിൽ വരുമ്പോൾ, ഞാനിപ്പോൾ തൃശ്ശൂർ താമസിക്കുന്നത്, പാലാഴിയിൽ വരുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ നൊസ്റ്റാൾജിയ വെച്ചാൽ എൻ്റെ വീട്ടുകാരെ, നാട്ടുകാരെ, അതേമാതിരി എൻ്റെ തറവാട്ടിൽ വന്ന മാതിരി എനിക്ക് ഫീൽ ചെയ്യുന്നു. പിന്നെ ഷാജു നടത്തുന്ന സമ്മർ ബേയിൽ ഞങ്ങൾ ഇന്നലെ ഫംഗ്ഷൻ ചെയ്തിരുന്നു, ഒരു ബർത്ത്ഡേ പ്രോഗ്രാം. ഞാൻ പറഞ്ഞു, ഇത്രയും നമ്മൾ അടുത്ത് കിടന്ന് തൃശ്ശൂരിൻ്റെ 15 മിനിറ്റ് ഡ്രൈവുള്ളൂ. ഇത്രയും ബ്യൂട്ടിഫുൾ പ്ലേസ് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത്. നീറ്റ് ആൻഡ് ക്ലീൻ ഫുഡ്, എല്ലാ ഫെസിലിറ്റീസും ഇവിടെ വീട്ടിൽ പോലും നമുക്ക് തരാത്തൊരു ഫെസിലിറ്റിയാണ് ഷാജു ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളത് എൻജോയ് ചെയ്യണം. വലിയ പൈസയില്ല, വളരെ ഒരു റീസണബിൾ റേറ്റിന് എല്ലാ ഫെസിലിറ്റീസും നമുക്ക് സീഷോറും അതേമാതിരി ഇവിടുത്തെ പുഴയും ഭംഗികളും ആൾക്കാരും നല്ല ആൾക്കാരും എല്ലാം കൊണ്ട് ഫുഡായാലും എന്തായാലും നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. അത് ഒരു നിങ്ങൾ വന്ന് എൻജോയ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് പാലാഴി എന്ന് പറഞ്ഞാൽ. നമുക്ക് അടുത്ത് കിടക്കും മുറ്റത്തെ മുല്ലേക്ക് മണമില്ല എന്ന് പറയും, പക്ഷേ എനിക്ക് നല്ല മണം തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഫെസിലിറ്റി, അല്ലെങ്കിൽ ദൈവം അനുഗ്രഹിച്ച് തന്ന നല്ലൊരു ഗ്രാമം, കളങ്കങ്ങളില്ലാത്ത വളരെ നല്ലൊരു ഗ്രാമത്തിൽ വന്ന് ഇത്രയും നല്ലൊരു അന്തരീക്ഷം ആസ്വദിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. അവിടെ ജനിച്ചു വളർന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഇത്രയും നല്ല ഫെസിലിറ്റി ഒരുക്കി തന്നതിന് ഷാജുവിനും അതേപോലെ സമർ ബേക്കും ഞാൻ വളരെയധികം നന്ദി പറയുന്നു. അത് വലിയൊരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ ആലപ്പുഴ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ പോവുകയും വേണം. അവിടേക്ക് എത്രയും ഒരു ദിവസം നമ്മൾ ഡ്രൈവ് ചെയ്യണം, ക്ഷീണിച്ച്. ഇത് 15 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തുകയും ചെയ്യാം. നമുക്ക് തിരിച്ച് പോകുമ്പോൾ 15 മിനിറ്റ് കൊണ്ട് തന്നെ വീട്ടിൽ തിരിച്ചെത്താം. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. അതുമാത്രമല്ല, സൗകര്യങ്ങളുടെ ഒരു പറുദീസയാണ്, ഒരു സംശയവും വേണ്ട. നമ്മുടെ നാടൻ ഭംഗി, അല്ലെങ്കിൽ നമ്മുടെ നൊസ്റ്റാൾജിക് ഫീലുകൾ മുഴുവൻ ഉള്ളൊരു സ്ഥലത്ത് വന്ന് നമ്മൾ ആസ്വദിച്ച് പോകണം. അതൊരു ഓർഡർ ചെയ്യല്ല, ഒരു റിക്വസ്റ്റാണ്. നിങ്ങൾ ഇത്ര അടുത്ത് കിടന്നിട്ട് നിങ്ങളിത് അനുഭവിക്കാതിരിക്കുന്നത് വളരെ മോശമാണ്. അപ്പോൾ എനിവേ, ഷാജു ഇതിൻ്റെ ഭാരവാഹികളെ ആരായാലും, ഇത് നടത്തുന്ന ആരായാലും, അവർക്ക് എല്ലാവർക്കും എഗെയിൻ ആൻഡ് എഗെയിൻ 100 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഇന്നലെ